I am Ennemcien. Welcome to Entrance Physics number 10. Question number 46. A dipole of moment P, Coulomb meter, and separation small a is placed parallel to an electric field along the x-axis. Parallel to an electric field along the x-axis. The field is non-uniform and varies in magnitude linearly along the x-axis at the rate k equals dE by dx. E capital E, dE by dx. Force on the dipole A, K into Q, B, K into P, C, 0, D, K, A, Q square. ഇതാണ് ഡൈപോൾ മൈനസ് ക്യൂ പ്ലസ് ക്യൂ സെപ്പറേഷൻ എ. ഇതിൻ്റെ ഡൈപോൾ മോമെൻറ്റ് പി എന്താന്നിട്ടുണ്ട്. ഫീൽഡ് എക്സ് ഡയറക്ഷനിൽ ലീനിയറായിട്ട് കൂടിക്കൊണ്ടിരിക്കുക അറ്റ് ദി റേറ്റ് ഡി ഇ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഡിസ്റ്റൻസ് മാറുമ്പം ഇൻറ്റൻസിറ്റി ഡി ഇ ബൈ ഡി എക്സ് മാറുന്നു. റേറ്റ് ഡി ഇ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇ പെർ യൂണിറ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ഈ മൈനസ് ക്യൂ ഇരിക്കുന്ന സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ ആണെങ്കിൽ എ ഡിസ്റ്റൻസ് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഫീൽഡ് ഡി ഇ ബൈ ഡി എക്സ് ഇൻറ്റു എ കൂടെ കൂടും. കാരണം 1 മീറ്റർ എന്ന് പറയാം, 1 മീറ്റർ ദൂരം കഴിയുമ്പം ഡി ഇ ബൈ ഡി എക്സ് കൊണ്ട് കൂടും. എങ്കിൽ എ മീറ്റർ ദൂരം കഴിയുമ്പോൾ ഫീൽഡ് എത്ര കൂടണം? ഡി ഇ ബൈ ഡി എക്സ് ഇൻറ്റു എ. അപ്പോൾ ഇവിടുത്തെ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ ആണെങ്കിൽ ഇവിടുത്തെ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈ ചാർജിൻ്റെ അടുത്ത് വരുമ്പം ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ പ്ലസ് ഡി ഇ ബൈ ഡി എക്സ് ഇൻറ്റു എ. ഇതിലുള്ള ഫോഴ്സ് എഫ് ഈക്വൽസ് ഇ ക്യൂ എന്നല്ലേ, ഇ ഇൻറ്റു ക്യൂ ആണ് ഈ ചാർജിലുള്ള ഫോഴ്സ്. അതെപ്പോഴും ഫീൽഡിന് നെഗറ്റീവ് ചാർജല്ലേ, ഫീൽഡിന് ഓപ്പോസിറ്റായിട്ട് വരും. ഈ ചാർജിലുള്ള ഫോഴ്സ് ഇവിടുത്തെ ഇൻറ്റൻസിറ്റി ഇ പ്ലസ് ഡി ഇ ബൈ ഡി എക്സ് ഇൻറ്റു എ ആണ്. അപ്പോൾ ഇതിലുള്ള ഫോഴ്സ് ദിസ് ഇൻറ്റു ക്യൂ. അത് പോസിറ്റീവ് ചാർജ് ആയിട്ട് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേ വരൂ. എങ്കിൽ റിസൾട്ടൻ്റ് ഫോഴ്സ് ഓൺ ദി ഡൈപോൾ ഈസ്, ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യണം, ഇ പ്ലസ് ഡി ഇ ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു ക്യൂ മൈനസ് ഇ ക്യൂ. Answer is dE by dx into A into Q. dE by dx are K. K equal dE by dx എന്നല്ലേ ചോദ്യത്തിൽ. K. A into Q. One of the charges into dipole separation is dipole moment. So answer is K into P. Newton. That is the answer. ഇതെല്ലാം ക്വിക്കായിട്ട് സോൾവ് ചെയ്യാൻ പഠിക്കുക. പെട്ടെന്ന് തലയിൽ കൂടെ ഈ ആശയങ്ങൾ ഇങ്ങനെ പോകണം. അത് കുറേ കാണുമ്പം ശരിയാവും. ക്വസ്റ്റ്യൻ നമ്പർ 47. എ പാർട്ടിക്കിൾ ഓഫ് ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ദി ഓർഡർ ഓഫ് 10⁻³ സർക്കുലേറ്റ്സ് അറൗണ്ട് എ ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ ഓഫ് ചാർജ് 1 microcoulomb. Velocity of the revolving charge is A, V equals 3 by root r, small r. R is the radius of revolution, radius of the orbit. B, V equals root 3 by r. C, 3 by r. D, root 3 into r. നമുക്കറിയാം, ഈ ചാർജ്ഡ് സ്ഫിയറിന് ചുറ്റും മറ്റൊരു ചാർജ് റിവോൾവ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് പ്ലസും മറ്റേ മൈനസും ആയിരിക്കണം.
അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ദാറ്റ്സ് ഓൾ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 9 × 10⁻⁹ Q1 Q2 ബൈ R². Q1 1 മൈക്രോ കുളംബ ഷെല്ലിലെ ചാർജ്, അപ്പോൾ 10⁻⁻6 ഇൻറ്റു റിവോൾവിങ് ചാർജ് സ്മോൾ ക്യൂ എന്നിരിക്കട്ടെ ബൈ R² ഈക്വൽസ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് mv² ബൈ R. ഒരാറ് ക്യാൻസൽ ചെയ്യും. ഇവിടുന്നത് v² എടുത്തു കഴിഞ്ഞാൽ 9 × 10⁻³ എന്ന് വരും. ഇതിപ്പോൾ 10⁻³ ബൈ R ഇൻറ്റു 10⁻³ -3. 10⁻³ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് v² എടുത്ത് v എടുക്കുമ്പോൾ Q/m വരുമല്ലോ. Q/m വരും. v² എടുക്കും, m താഴെ വരും. Q/m എന്ന് പറഞ്ഞാൽ ചാർജ് ടു മാസ് റേഷ്യോയാണ്. അത് 10⁻³ ആണ് തന്നിട്ടുണ്ട്, ഇങ്ങനെ വരും. അപ്പോൾ v² ഈക്വൽസ് 9/R എന്ന് വരും. സോ ദാറ്റ് v ഈക്വൽസ് റൂട്ട് ഓഫ് ദിസ്, ദറ്റ് ഈസ് 3/√R. സിംപ്ലിഫിക്കേഷൻ ശ്രദ്ധിച്ചോണേ. ഇവിടുന്ന് v² എടുക്കുമ്പോൾ m ഇവിടെ ഡിനോമിനേറ്റർ വരും. അപ്പോൾ Q/m ചാർജ് ടു മാസ് റേഷ്യോ വരുന്നുണ്ട്. അത് 10⁻³ തന്നിട്ടുണ്ട്. അതായത് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് രണ്ടും കൂടെ 1 ആകും. P/9/R എന്ന് വരും. So answer is 3/√R. 48. The graph shows the way in which the potential varies along the x-axis. Which of the following graphs shows variation of the x component of the electric field? ഇതാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഗ്രാഫ്. പൊട്ടൻഷ്യലും എക്സ് ആക്സിസിൽ കൂട്ടുള്ള ദൂരവും കൂടെ തന്നിരിക്കുന്ന ഗ്രാഫാണ്. പൊട്ടൻഷ്യലിൻ്റെ വേരിയേഷനാണ്. ഇതിനനുസരിച്ച് എക്സ് ഡയറക്ഷനിലുള്ള ഇൻറ്റൻസിറ്റി വേരിയേഷൻ കാണിക്കുന്ന ഗ്രാഫ് ഇതിലേതാണെന്നാണ് ചോദ്യം. എ ലൈക്ക് ദിസ്, ബി ലൈക്ക് ദിസ്, സി ലൈക്ക് ദിസ്, ഡി ലൈക്ക് ദിസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം ഇൻറ്റൻസിറ്റി ഈസ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് dV/dr, അല്ലെങ്കിൽ VR ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് ഇൻറ്റൻസിറ്റി V/R. ആദ്യത്തെ പാർട്ട് ഈ എ ഡിസ്റ്റൻസ് വരെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, അസെൻഡിങ് സ്ട്രെയിറ്റ് ലൈനാണ്, പോസിറ്റീവ് സ്ലോപ്പാണ്. ഇതിൻ്റെ സ്ലോപ്പ് V/R tan θ, ദാറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എ വരെ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റാണ്. അത് കഴിഞ്ഞ് ഗ്രാഫ്, പൊട്ടൻഷ്യൽ ഗ്രാഫ് എക്സ് ആക്സിസിന് പാരലാകുക. അപ്പോൾ സ്ലോപ്പ് 0യാണ്. സ്ലോപ്പ് 0 എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി 0. അത് കഴിഞ്ഞ് സ്ലോപ്പ് നെഗറ്റീവാണ്, സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിറ്റ് ലൈൻ ആണ്, സ്ലോപ്പ് നെഗറ്റീവാണ്. അപ്പോൾ ഫീൽഡ് നെഗറ്റീവായി, പക്ഷേ കോൺസ്റ്റൻറ്റ് ഫീൽഡാണ്, സ്ട്രെയിറ്റ് ലൈനല്ലേ. അപ്പോൾ ഇതിൽ പറ്റിയ ഗ്രാഫ് ഇതല്ല, ഇത്. എ വരെ ഫീൽഡ് കോൺസ്റ്റൻറ്റ്, എ മുതൽ ബി വരെ ഫീൽഡ് 0, ബി മുതൽ സി വരെ ഫീൽഡ് ഡയറക്ഷൻ തിരിഞ്ഞു കോൺസ്റ്റൻറ്റ്. സോ ബി ഈസ് ദി ചോയ്സ്. നമ്മളിതുപോലെ ധാരാളം കാണും. ഗ്രാഫും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്യാനൊക്കെ ഉള്ള, ഞാൻ ഗ്രാഫെന്നും പറഞ്ഞ് ഞാൻ 1-2 പോസ്റ്റിങ് നേരത്തെ ഇട്ടിട്ടുണ്ട്. തപ്പിപ്പിടിച്ച് കാണാൻ ശ്രമിക്കുക. ഗ്രാഫ് മാത്രം, ഗ്രാഫ്സ് ആൻഡ് ഫങ്ഷൻസ് ആൻഡ് ഗ്രാഫ്സ് എന്നും പറഞ്ഞ് പോസ്റ്റിംഗ് ഉണ്ട്, ഏർലിയർ പോസ്റ്റിംഗ്. Question number 49. A parallel plate capacitor with plate separation D, small d, has a capacitance C0. The new capacitance when an isolated metal slab of thickness A, small a, is placed between the plates. Choice A, C0/D minus A. B, C0 into D minus A
all divided by D. C0 into D by D minus A. D, C0 into A by D minus A. ഇതാണ് സിറ്റുവേഷൻ. ആദ്യം പ്ലേറ്റ്സ് തമ്മിലുള്ള അകലം ഡി, അപ്പോൾ കപ്പാസിറ്റൻസ് C0. അത് കഴിഞ്ഞ് ഒരു മെറ്റൽ പ്ലേറ്റ് കണ്ടക്റ്റിംഗ് പ്ലേറ്റിന് ഇടയ്ക്ക് വെക്കുക. ഇപ്പോൾ ഈ എയർ സ്പേസ് എന്ന് പറഞ്ഞാൽ D മൈനസ് എ ആ തിക്നെസ്. ഈ ലോവർ പ്ലേറ്റ് ഇത് മെറ്റൽ പ്ലേറ്റാണ്, മെറ്റൽ സ്ലാബാണ്. അത് ലോവർ പ്ലേറ്റും കൂടെ ചേർന്ന് ഇപ്പോൾ ഒറ്റ മെറ്റൽ ബ്ലോക്കായിട്ട് അങ്ങ് എടുത്താൽ മതി. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ സെപ്പറേഷൻ ഇപ്പോൾ D മൈനസ് എ ഉള്ളൂ എന്നർത്ഥം. ഇത് ഡയലക്ട്രിക് ആണെങ്കിൽ കഥ മാറും. ഇത് മെറ്റൽ ആയതുകൊണ്ട് ഇപ്പോൾ പ്ലേറ്റ് ഇത് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റും ഈ മെറ്റൽ സ്ലാബും ഒന്നായിട്ട് അങ്ങ് കരുതിയാൽ മതി. എന്നിട്ട് കപ്പാസിറ്റൻസ് ഇവിടെ ഫോം ചെയ്യത്തുള്ളൂ. പ്ലേറ്റ് സെപ്പറേഷൻ D മൈനസ് എ. ഇനി നമുക്കറിയാം പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് A(ε0)/D എന്ന് പറഞ്ഞാൽ C ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു പ്ലേറ്റ് സെപ്പറേഷൻ. അപ്പോൾ നമുക്ക് C ഈസ് പ്രൊപ്പോർഷൻ ടു 1/D ഓർ C into D ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ C1D1 ഈക്വൽസ് C2D2 ഓർ C0 into D ഈക്വൽസ് പുതിയ കപ്പാസിറ്റൻസ് C into D minus A, from which C equals C0D by D minus A. That's all. Simple. 5 സെക്കൻഡ് മതി. ഇതല്ലാതെ സോൾവ് ചെയ്തൊക്കെ എടുക്കുക, അതിന് സമയം എടുക്കുക. ഇതിപ്പോൾ ഷോർട്ടസ്റ്റ് വേ ആണ്, ഈസിയസ്റ്റ് വേ. മനസ്സിലായില്ല? ഇത് എല്ലായിടത്തും ഇതൊക്കെ നല്ല മെറ്റൽ പ്ലേറ്റ് ആണെങ്കിൽ ഈ മെറ്റൽ പ്ലേറ്റ് ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ കൊണ്ടുവച്ചാലും സെയിം ട്രീറ്റ്മെൻറ്റ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ C into D is a constant എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് C1D1 equals C2D2 ഇത് വെച്ചുകൊണ്ട് ചെയ്യാം. Question number 50. What is the relationship between the capacitances of the 4 capacitors in order that when a voltage is applied across the terminals small a and small b, the points C and D, small c and small d, are at the same potential, A, C1 plus C3 equals C2 plus C4. ഫിഗർ ചെയ്യാൻ കാണിക്കാം. C1, C2, C3, C4 ഇങ്ങനെ 4 കപ്പാസിറ്റർ ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോയ്സ് A, C1 plus C3 ഈക്വൽസ് C2 plus C4. രണ്ടാമത്തെ ചോയ്സ് B, C1 by C3 ഈക്വൽസ് C4 by C2. C, C1 C4 equals C2 C3. D, C1 by C2 equals C4 by C3. ഇതാണ് പിക്ചർ. എക്കും ബിക്കും ഇടയ്ക്കൊരു വോൾട്ടേജ് കൊടുക്കുന്നു, C1, C2, C3, C4. എങ്കിൽ സിയും ഡിയും ഒരേ പൊട്ടൻഷ്യലി വരണം. അതിന് ഈ കപ്പാസിറ്റൻസസ് തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദ്യം. ഈ കേസിലിപ്പോൾ സത്യത്തിൽ ഇതൊരു വീറ്റ്സൺ സ്വിച്ച് പോരാ, PQRS. സോ P/Q ഈക്വൽസ് R/S. ഇവിടെ ഗാൽവനോമീറ്റർ വരുന്ന സ്ഥലമാണ് വീറ്റ്സൺ സ്വിച്ചിലെ. റെസിസ്റ്റൻസ് വരെ കപ്പാസിറ്റൻസ് വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഒറ്റയടിക്ക് എഴുതാം C1 by C2 ഈക്വൽസ് C3 by C4. അത് തിയറിറ്റിക്കലായിട്ട് പറഞ്ഞാൽ PD of C1 ഈക്വൽസ് PD of C3. ഈ C1ൻ്റെ C3യുടെയും കോമൺ പോയിൻ്റായത്. അപ്പോൾ രണ്ടിൻ്റെയും ഇവിടുത്തെ പൊട്ടൻഷ്യൽ സെയിമാണ്. ഇവർ തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യലും രണ്ടിൻ്റെയും സെയിമാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഈക്വലാണ്. ഇവിടെ ചാർജ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് പോകുന്ന ചാർജ് Q1 ആണെന്നിരിക്കട്ടെ, ഇങ്ങോട്ട് പോകുന്ന ചാർജ് Q2 ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് എത്ര? Q1 by C1. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു Q2 by C3.
Q1/C1 equals Q2/C3. ഈ Q1 തന്നെ ഇവിടെ ഇതിലും വരും, സീരീസ് അല്ലേ. ഈ Q2 തന്നെ ഇതിലും വരും. ഇവിടെ ഇതുപോലെ ഇതിൻ്റെ വോൾട്ടേജ് സെയിം ആവണം, കാരണം ഇത് കോമൺ പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഇക്വേഷൻ എന്താ എഴുതാം? Q1/C2 ഈക്വൽസ് Q2/C4. ഇതിൻ്റെ റേഷ്യോസ് എടുത്താൽ മതി. We will get C1/C2 equals C3/C4. Or cross multiply ചെയ്യുമ്പോൾ C1/C4 equals C2/C3. അതിവിടെ ചോയ്സ് C1/C4 equals C2/C3. ഇതിപ്പോൾ ഈ ചോദ്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ V/Q equals R/S എന്നെടുത്തുണ്ടെങ്കിൽ ഒറ്റ അടിക്ക് എഴുതാം, 1 സെക്കൻഡ് മതി. ഇന്നിപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. താങ്ക് യു.